കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഓരോ വോട്ടുകളും നമുക്ക് വിലപ്പെട്ടതാണ്, അത് കളയരുത്. ചേച്ചിക്ക് എന്തോ എന്നോട് പറയാനുണ്ടോ? ചോദിക്കേ ചേച്ചി. കഴിഞ്ഞ തവണ വന്ന് വോട്ട് മേടിച്ചോണ്ട് പോയതല്ലേ? വോട്ട് ചോദിച്ചെങ്കിൽ റോഡും കുളവും രണ്ടായെന്നല്ലോ ചേച്ചി പറഞ്ഞത്. ഇത്തവണ ഞങ്ങൾ രണ്ടും ഒന്നാക്കി വിടും. ചേച്ചിയെ നമ്മൾ ഇന്നലെ മിൽമ ബൂത്തിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു അവിടെ നിന്നപ്പോ എന്നെ ഓർത്തെന്ന്. മിൽമ ബൂത്തിൽ വെച്ച് കണ്ടപ്പോഴുള്ള ഓർമ്മ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴും ചേച്ചി കണ്ടാവണം. എനിക്കിട്ട് തന്നെ പറച്ചിലല്ല ചേച്ചി, ഈ പ്രാവശ്യം ഞങ്ങളത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും ഞങ്ങള്. അപ്പൊ നമ്മുടെ ചിഹ്നം മറക്കണ്ട. ലിപ്സ്റ്റിക് ആണ് നമ്മുടെ ചിഹ്നം. എല്ലാം ഓക്കെ ആയിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കുക. എത്ര പേര് നീങ്ങിയിരിക്കുകയാണ്, ഞാൻ അവിടെ ഇരിക്കാറുണ്ട്. ഒന്നാമത് നമ്മുടെ പാർട്ടിക്ക് ചീത്തപ്പേരാ. ഇതെന്തു അവിടെ കിടന്ന് മട്ടങ്ങ് ചുറ്റുന്ന എന്തുവാ? പിന്നെ എനിക്ക് വല്ല എന്റർടൈൻമെന്റ് വേണ്ട. പിന്നെ അടുത്ത വർഷമെങ്കിലും ഒരു സീറ്റ് വേണോ? ആകെ പാർട്ടിയിൽ നിൽക്കണ കൊണ്ട് ഇതൊക്കെ ഒരു ഗുണമുള്ളൂ. അതും വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ ഞാൻ KPയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുന്നു. ഈ കടകളിലൊക്കെ കേറുമ്പോ കിട്ടുന്ന സാധനം എടുത്ത് തിന്നുന്ന എന്തോത്തിനാ? ആര് തിന്നു? എന്നെ പറയണ ആ ഫ്രൂട്ട്സ് അവിടെ കയറി ഇരുന്നിട്ട് തുള്ളി പറക്കി തിന്നുന്ന ഞാൻ കണ്ടല്ലോ. എന്റെ ദൈവമേ, സ്വാഭാവികം. നമ്മളൊരു കടയിൽ ചെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയാൻ 1-2 മുന്തിരിയൊക്കെ എടുത്ത് തിന്നും. ഇല്ലേ കയ്യില്ലേ? ഒന്നോ രണ്ടോ മുന്തിരി ടേസ്റ്റ് അറിയാൻ തിന്നുന്നതിൽ കുഴപ്പമില്ല. ഒറ്റ ഇരിപ്പിന് 2.5 കിലോ മുന്തിരിയാ തിന്നിട്ടുള്ളത്. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ചന്ദ്രികയെ, പ്രചാരണം ശരിയല്ല. ഇങ്ങനെയല്ല ഇത് വേണ്ടത്. പിന്നെ എങ്ങനെയാ? ഇന്നലെ നമ്മൾ ആ മൂലക്കുള്ള വീട്ടിൽ പോയായിരുന്നു. അവിടെ ഒരു മൂക്കൊലിപ്പുള്ള ഒരു കൊച്ചിരിക്കണ കണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയുടെ നിലയ്ക്ക് ചന്ദ്രിക എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാൻ? പനിയാണെങ്കിൽ ആശുപത്രി പോകാനായിട്ട് ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അതാണോ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെല്ലുന്നു, കൊച്ചിന്റെ മൂക്ക് പിടിക്കുന്നു, ചെയ്യണം. എന്റെ സ്വന്തം കൊച്ചിന്റെ ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ഇനി വല്ലവരുടെയും കൊച്ചിന്റെ ഈ ചന്ദ്രികനെ അതിനൊന്നും കിട്ടത്തില്ല. പോടുന്നു. കുഞ്ഞിപ്പിള്ളേരുടെ മൂക്ക് ഇങ്ങനെ പിഴിഞ്ഞും ചന്തി കഴിവച്ചൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ നേതാക്കന്മാരായിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. ചന്ദ്രികേനെ അതിന് കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പാർട്ടിയും KPയും എന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ വളവിലുള്ള സുമതിയുടെ വീട്ടിൽ ഞാൻ പ്രചാരണത്തിന് പോയപ്പോ സുമതി കൊച്ചിനെ കുളിപ്പിച്ചോണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, എടി മോളെ ഞാൻ കുളിപ്പിക്കാടി, കുഞ്ഞിനെ ഇങ്ങി താടി. 15 ദിവസം കൊണ്ട് പ്രചാരണം നടക്കുക. ഇന്ന് ഞാൻ ആ കൊച്ചിനെ കുളിപ്പിച്ചിട്ടാ ഈ പരിപാടിക്ക് പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ബാബുവിന്റെ വീട്ടിൽ പോയി. ഞാൻ ചെന്നപ്പോ ബാബുവിന്റെ ഭാര്യ കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് നിൽക്കുക. കൊച്ചിനെ കിട്ടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ബാബുവിനെ അങ്ങ് പറിച്ചു വെച്ചേക്കുവാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അവള് ഇറങ്ങടി പുറത്തെന്ന് എന്നോട് പറഞ്ഞു. അത് അയലോക്കത്തെ വീട്ടിലെ കൊച്ചായിരുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രചാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, കുട്ടികളുടെ കേസ് വിട്. നമുക്ക് വയോജനങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഈ വീട്ടിലൊക്കെ ചെല്ലുമ്പോ അമ്മാവന്മാരും അമ്മായിമാരൊക്കെ ഉണ്ടാവില്ലേ? ഈ അമ്മാവന്മാരെയൊക്കെ സോപ്പിട്ടെങ്ങ് പിടിക്കണം. അമ്മാവന്മാരെ സോപ്പിട്ട് പിടിക്കാൻ കഴിഞ്ഞ ആഴ്ച പ്രചാരണത്തിന് ചെന്ന് ഞാൻ ഒരു അമ്മാവന് കൈ കൊടുത്തു. ഇതെന്റെ കൈയാണെന്നും ഇതെനിക്ക് തിരിച്ചു തരണോന്നുള്ള ചിന്ത ഞാൻ അവസാനം ഊരിക്കൊണ്ട് വന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പ്രചരണമൊക്കെ കഴിയുമ്പോ ആൾക്കാർ നമ്മളെങ്ങനെ പൊതിയത്തില്ലേ? അതൊരു നല്ല സുഖമുള്ള പരിപാടിയല്ലേ? അതെന്നാ പൊതിയണെന്ന് അറിയാമോ? ആ മൊമെന്റിലാ അവർക്ക് നമ്മളെ കിട്ടുള്ളൂ. പിന്നെ 5 വർഷം മാറ്റിയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർക്ക് പൊതിയാൻ മാത്രമല്ല അറിയാവുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എടുത്തുടുക്കാനും ഇവർക്കറിയാം. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥികൾക്കെല്ലാം സ്വന്തമായിട്ട് ഓരോ പാട്ടുണ്ട്. എനിക്ക് ഈ ചന്ദ്രികയ്ക്ക് മാത്രം ഒരു പാട്ടില്ല. ആര് പറഞ്ഞു പാട്ടില്ലാത്? എനിക്കും പാട്ട് വേണം. ചന്ദ്രിക ഇവിടെ നോമിനേഷൻ കൊടുത്തപ്പോ അപ്പൊ തന്നെ ആ പാട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഏത് പാട്ട്? മലയാള പാട്ടൊന്നുമല്ല, എന്നും തമിഴ് പാട്ട്. പഠിക്കേ എന്നാ കേട്ടോ. കുത്തണം നിങ്ങൾ ഓരോ ഓട്ടം ലിപ്സ്റ്റിക് എന്ന ചിഹ്നത്തിൽ പോളിംഗ് ബൂത്തിൽ ചെന്നിടുമ്പോൾ ചന്ദ്രികയെ ഓർക്കണം. നമ്മുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ ചെയ്യുവാൻ ചന്ദ്രിക ഉണ്ടിവിടെ. വോട്ട് നിങ്ങൾ തന്നാ മതി. ഇന്ത വോട്ട് മതിയോ? ഇത്രയും ചെയ്താ മതിയോ? ഇന്ത വോട്ട് മതിയോ? ഇത്രയും ചെയ്താൽ മതിയോ? ഇന്ത വോട്ട് മതിയോ? ഇത്രയും ചെയ്താൽ മതിയോ? മതിയോ? മതി. ഇങ്ങനെയാണെങ്കിൽ 10 വോട്ട് കൂടെ നമുക്ക് അധികം. അതാണ് പറഞ്ഞത്. അതെ, ഇന്ന് ഇച്ചിരി പ്രചാരണം നമുക്ക് നേരത്തെ കഴിയണം. അമ്മൂമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. തീരെ വയ്യായിക്കാണോ? തീരെ വയ്യാതെ കിടക്കുക. ഞാൻ പറയണ കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ അറിയപ്പെടുന്നത്
കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നാണ്. ഈ ഇലക്ഷൻ ടൈമിൽ അമ്മമ്മയുടെ കാര്യത്തിൽ നമുക്കൊന്ന് കണ്ണടച്ചാലോ? മനസ്സിലായില്ല? മനസ്സിലായില്ല കെ പി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. കച്ചിക്കളയാം. കെ പി എന്റെ ബി പി കയറ്റരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇതൊന്നും ഒരു തെറ്റല്ല. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാൽ നമുക്ക് കുറെ വോട്ടുകളെ കിട്ടും. അങ്ങനെ എനിക്ക് സഹതാപ തരംഗത്തിലുള്ള വോട്ട് വേണ്ട. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടാവണം. എന്റെ കെ പി കുറെ നേരമായിട്ട് നിന്ന് തള്ളുവല്ലയോ, നമുക്ക് അപ്പുറത്തെ ജംഗ്ഷനിലോട്ട് വല്ലതും പോവാം. ഏത് ജംഗ്ഷനിലേക്ക്? ഈ മണ്ഡലത്തിലെ ഏറ്റവും ലാസ്റ്റ് വീടാണിത്. ഇവിടെ എങ്ങനെ കയറിയിട്ട് പോവാം? ഈ വീട്ടില് ഈ വീട്ടിൽ ഞാൻ കയറാൻ. ഇവിടെ ആരാ താമസിക്കുന്നത് അറിയാവോ? ആരാ? എന്റെ മുൻ ഭർത്താവ് അവിടെ താമസിക്കുന്നതെന്ന്. അങ്ങനെയാണോ? പിന്നല്ലേ, ആ വീട്ടിൽ ഞാൻ കയറത്തില്ല, ചെത്തിയ മുറ്റത്ത് ഞാൻ കയറത്തില്ല. അറിയാമോ, 1-2 ഓട്ടല്ല ഇവിടെ 13 ഓട്ടാ ഉള്ളത്. എനിക്ക് വേണ്ട അവിടുത്തെ 13 ഓട്ടൊന്നും. ഈ പുള്ളി അത് മറ്റുള്ള പാർട്ടിക്കാർക്ക് മറിച്ചു കൊടുത്താ ഇയാള് പൊട്ടിപ്പോവും. എനിക്ക് അവനെ കാണുമ്പോ തന്നെ എനിക്കങ്ങനെ ചൊറിഞ്ഞ് കയറും കെ പി. കേറണം, ചൊറിഞ്ഞ് കേറണം. അപ്പൊ ഇത് സഹിച്ചു പിടിച്ചു നിൽക്കുന്ന ചന്ദ്രികയുടെ വീഡിയോ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ പ്രചരിപ്പിക്കും. ഇതാണ് എത്ര പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായാലും സഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ചന്ദ്രിക എന്ന് നമ്മൾ വരുത്തി തീർക്കും. ഓക്കെ, വിളിക്കവനെ. ചേട്ടാ. ആര്? ചേട്ടാ. ആരെന്ന്? ആ കാലന്റെ ശബ്ദം കേട്ടോ? മിണ്ടാതിരിക്കും. ചിരിച്ചേക്കണം, ചിരിച്ചേക്കണം, ചിരിവിടരുത്, ചിരിവിടരുത്. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രിക, ചിഹ്നം ലിപ്സ്റ്റിക്. ഞാൻ പോരാ. അയ്യോ, വെള്ളം വല്ലതും എടുക്കാൻ പോണം. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. വെള്ളം എടുക്കല്ലേ? പട്ടി അയച്ചുവിടാം. എന്റെ ചേട്ടാ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനാ. പിന്നെ പുതിയൊരു ലോകം സൃഷ്ടിക്കണ്ടേ? ചന്ദ്രികയാണ് സ്ഥാനാർത്ഥി, ലിപ്സ്റ്റിക് ആണ് ചിഹ്നം. എനിക്ക് ഈ ചന്ദ്രികയുടെ അടുത്ത് 2 വർത്താനം പറയാനുണ്ട്. ചിരി ചിരി ചിരി. നിനക്ക് ഉളുപ്പുണ്ടോടി? നിനക്ക് അല്പമെങ്കിലും ലജ്ജ ഉണ്ടോടി ഈ വീട്ടുമുറ്റത്ത് വന്ന് കയറാൻ? എടി, നിനക്കിത് എങ്ങനെ സാധിക്കുന്നടി? നിനക്ക് ഈ ഇലക്ഷന് നിൽക്കാൻ പറ്റും. കാര്യം ഇത്രയും തൊലിക്കെട്ടി ഞാൻ ആരിലും കണ്ടിട്ടില്ല. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി ഇവിടെ ഇപ്പൊ ഇലക്ഷന് നിൽക്കാൻ? യോഗ്യതയൊക്കെ വേണം ഇലക്ഷൻ നിൽക്കാൻ. മറ്റുള്ള പാർട്ടിക്കാർക്ക് വേണം, നമുക്ക് എന്റെ യോഗ്യത അതൊന്നും വേണ്ട. പിന്നെ യോഗ്യതയുള്ള ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി നമ്മൾ സ്ഥാനാർത്ഥികളെ തപ്പും? ഞങ്ങളുടെ പാർട്ടിക്ക് യോഗ്യതയുടെ ആവശ്യമില്ല. പാർട്ടി പറഞ്ഞു, ചന്ദ്രിക അനുസരിച്ചു. സീറ്റ് കിട്ടി. കിട്ടി. ബസ്സിലോ ട്രെയിനിലോ കയറിയാൽ പോലും സീറ്റ് കിട്ടാൻ യോഗ്യതയില്ലാത്ത ഇവളാണ്. അവർക്ക് ഈ മണ്ഡലത്തിൽ സീറ്റ് കിട്ടി. എടി, ഒരു രാഷ്ട്രീയക്കാരിക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്നറിയാമോ? എന്താ? ഒരു രാഷ്ട്രീയക്കാരൻ ആണാണെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് വെള്ള ഷർട്ടും മുണ്ടും, കഷ്ടത്തിൽ ഒരു ഡയറി ഉണ്ടെങ്കിൽ ക്ലീൻ പഞ്ച്. പെണ്ണുങ്ങളാണെങ്കിൽ വെള്ള സാരിയും തലയിൽ ഒരു വട്ടത്തിൽ തൊപ്പി. കറക്റ്റ് ആളായിട്ടാ പിടിച്ചു നിർത്തി. പിന്നെ അതല്ല, നിലപാടെന്നൊരു സാധനം നിനക്കൊണ്ടോടി. ഇതവിടെ കിട്ടും. നീ രാഷ്ട്രീയത്തിൽ ആരെന്ന് പറഞ്ഞു? ഭീഷ്മാചാര്യൻ. അവളെ കൂടെ നടക്കില്ല, വല്ല അമ്പും കൊണ്ട് ചാവും. ആരെ തിരിഞ്ഞ നിലപാടെന്നൊരു സാധനം ഉണ്ടോ? എവളിപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്, പിന്നെ പറയുന്നതല്ല അവള് പിന്നെ പ്രവർത്തിക്കുന്നത്. അറിയാം. ഈ ഒരൊറ്റ ക്വാളിറ്റിയാണ് ഇവളിൽ ഞങ്ങൾ കണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം കൊണ്ട് ചോദിച്ചോട്ടാ, നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? എന്റെ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ഓരോ വീടുകൾക്കും ഞങ്ങൾ ഓരോ ലിപ്സ്റ്റിക് വീതം കൊടുക്കും. അതാണ്. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം പട്ടിണി കിടക്കുമ്പോഴേ ചുണ്ട് ചോന്നിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ ആർക്കും ഏത് പാതി രാത്രിക്ക് വേണമെങ്കിലും ഈ ചന്ദ്രികയെ വിളിക്കാം. അത് ഇലക്ഷന് നിന്നില്ലെങ്കിലും മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഡിവോഴ്സിന്റെ പ്രധാന കാരണം. ഞങ്ങൾ പിരിയേണ്ട പ്രധാന കാരണം അതാണ്. എടി, ഞാൻ ഒറ്റ കാര്യം നിന്റെ അടുത്ത് ചോദിച്ചോട്ടാ, നീ നിൽക്കേണ്ട പോട്ടെ. ഈ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരു ABCD അറിഞ്ഞുകൂടാത്ത ഒരു കിഴങ്ങനായിട്ടുള്ളത് ആരെ കാണിച്ചു? താണ്ട എവനെ നിർത്തിയിരുന്നെങ്കിലും ജയിച്ചനല്ല, എവനെ നിർത്തിയില്ല അന്ത സരി ജയിച്ചനല്ല. ഫസ്റ്റ് ഒരു സീറ്റ് കിട്ടാ 10 കൊല്ലമായി നടന്നിട്ട് ഒരു കൊരണ്ടിപ്പലക പോലും ഇന്ന് വരാൻ തന്നല്ല. ഞാൻ പറഞ്ഞു എവിടെ പോണു? എവിടെ പോവരുത്. ഇരുന്നിരുന്ന് എനിക്ക് നിന്നെ എന്റെ കൈ കിട്ടിയതാണ്. ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നില്ലേ? എന്ന് കയറി കൊടുപ്പോ. ജീവിതത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കടും കൈ ഞാൻ ചെയ്യാൻ പോകണം. അയ്യോ അല്ല, ഞാൻ ചത്താ പിന്നെ ഇത് ആര് മുമ്പോട്ട് കൊണ്ടുപോകും? ഇവിടെ നില്ലേ? പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരുന്നത്. എന്ത് കാര്യത്തിന്? പ്രമോഷൻ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ ലൈവിൽ വന്നിട്ടില്ല. ഇന്ന് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ എന്റെ മുമ്പ് കിട്ടി. കാര്യം എന്റെ പഴയ ഭാര്യയാണ്. അത് നിങ്ങൾ വിടും. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണോ ഇതുവഴി ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ലൈവാണ്, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് പറഞ്ഞ?
പറ ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് പറയടി? ആ, ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് വെച്ചാൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും ഒറ്റ മണ്ഡലത്തിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇരുന്ന് നെരുങ്ങി അവളങ്ങ് രക്ഷപ്പെട്ട്. ഇരുന്ന് നെരുങ്ങി അവളുടെ ഷൗക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് പണ്ടേ അവളെ അറിയാം. ഒരാൾ ചോദിച്ചേക്കുന്നു, MLA ആയിട്ട് മത്സരിക്കുന്നതല്ലേ, MLA ഫുൾ ഫോം എന്തെന്ന് പറഞ്ഞുകൂടെ? ക്വസ്റ്റ്യൻ. മീറ്റിങ്ങിന് ലേറ്റായി എത്തുന്ന ആള് കാച്ചിക്കോ. നീ കുഴി ചടിക്കാൻ നടക്കുവാണോ നിങ്ങള്? പറ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥി വരുമ്പോ നിങ്ങൾ ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നവനെ ഉത്തരം മുട്ടിക്കുന്ന രാഷ്ട്രീയം. ചോദ്യം ചോദിക്കേണ്ടടുത്ത് ചോദ്യം ചോദിക്കുക ചെയ്യും. കാര്യം ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരുത്തന്റെ തന്താര വകയല്ല. ഇന്ത്യ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗ് കാണാതെ എന്നോട് വന്ന് പറയാൻ നിങ്ങൾക്ക്? എനിക്ക് ഒരു നാണോ ഇല്ല. എടി ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നീ ഇപ്പൊ ജയിച്ച് കയറി പോകുന്ന സ്ഥാനത്ത് എത്ര പ്രമുഖർ ഇരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? ദ്രൗപദി മുർമു, ഇന്ദിരാഗാന്ധി, എന്തിന് കേരളത്തിൽ നിന്ന് KR ഗൗരിയമ്മ, അവിടേക്കല്ലേ നീ ജയിച്ച് കയറി പോകുന്നത്? ഞാൻ എവളും പിരിയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? എവള് വീട്ടില് എന്റെ അച്ഛനമ്മയെ നേരെ നോക്കൂല, എന്റെ പിള്ളേരെ നേരെ നോക്കൂല, നാട്ടുകാരത്ത് നുണയം പറഞ്ഞുകൊണ്ട് നടക്കും. ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എനിക്കെന്നല്ല, എനിക്കറിയാവുന്ന ആരെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിക്കുകയില്ല, നിന്നെ ഞാൻ ജയിപ്പിക്കുകയില്ല. അന്നേരം ഞാൻ പറയാം എനിക്ക് ചൊറിഞ്ഞു. നമുക്ക് അടുത്ത മണ്ഡലത്തിലോട്ട് പോവാം. അല്ലേ പോ. കണ്ടല്ലോ, ഇലക്ഷൻ ആവുമ്പം 5 കൊല്ലത്തെ മോഹന സുന്ദര വാഗ്ദാനം പറഞ്ഞുകൊണ്ട് വെള്ളയും പൂച്ചി ഇതുപോലെ ഓരോന്ന് കയറി വരും. വോട്ടെന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ്. നമ്മൾ ആര് കയറി ഭരിക്കണമെന്നല്ല, നമുക്ക് വേണ്ടി ആര് ഭരിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ്. അതാണ് നമ്മുടെ മൗലിക അവകാശം. ജയ് ഹിന്ദ്.